മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ വിചാരണ നടപടികൾക്കായി തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. സപ്ലൈകോ MD ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതിയായ കേസിൽ വിചാരണ എന്ന് തുടങ്ങണം എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. പ്രോസിക്യൂട്ടറുടെ അപേക്ഷയെ തുടർന്ന് നേരത്തെ മാറ്റിവെച്ച സാക്ഷി വിസ്താരം 100ഓളം സാക്ഷികൾ ഉള്ളതിനാൽ ദീർഘകാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. റഹീസ് റഷീദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റഹീസ്. ഇന്നിപ്പോൾ കോടതിയിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക? ഈ വിചാരണ തുടങ്ങുന്ന കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാവും അല്ലേ? കേരളം ഏറെ ചർച്ച ചെയ്ത മാധ്യമപ്രവർത്തകൻ KM ബഷീർ കേസിൻ്റെ നിയമ നടപടികളുടെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി വിചാരണ നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് വിചാരണ ഏത് ദിവസം തുടങ്ങും എന്ന കാര്യത്തിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിക്കും എന്നാണ് കരുതുന്നത്. 37 ദിവസത്തെ വിചാരണ ഉണ്ടാകും എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തീയതി കഴിഞ്ഞ ദിവസം തന്നെ വിചാരണ തുടങ്ങേണ്ടതാണ്. പക്ഷേ ഈ ബാർ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രോസിക്യൂട്ടർ അതിൽ മത്സരിക്കുന്ന ആളായതുകൊണ്ട് കുറച്ചുകൂടി സാവകാശം കോടതിയോട് ചോദിച്ചു. അതുകൊണ്ടാണ് വിചാരണ തുടങ്ങാതിരുന്നത്. 100 സാക്ഷികളുടെ പട്ടികയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സപ്ലൈകോയുടെ CMD ആയ ശ്രീറാം വെങ്കിട്ടരാമനാണ് കേസിലെ പ്രധാന പ്രതി. ഇതിൽ നിന്ന് കേസ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല നീക്കങ്ങൾ ശ്രീറാം വെങ്കിട്ടരാമൻ നടത്തുകയും അതിനെതിരെ നിയമ നടപടികൾ നടക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും വിചാരണ നടപടികൾ എന്ന് തുടങ്ങുമെന്ന് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. റീജിത്ത്. ശരി, ഓക്കെ, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.